പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ആലുവയിൽ റിച്ച് മാക്സ് ഫിൻവെസ്റ്റിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ യാത്രയുടെ ഭാഗമായി നമ്മൾ ജോർജ് ജോൺ വാലത്ത് ചെയർമാനായ റിച്ച് മാക്സിൽ എത്തിയിരിക്കുന്നു. ഹലോ, അപ്പോൾ നമുക്ക് നിങ്ങളുടെ റിച്ച് മാക്സ് ഫിൻവെസ്റ്റ് ഒക്കെ ഒന്ന് സന്ദർശിച്ചു പോകാം. അപ്പോൾ അഡ്വക്കേറ്റ് ജോർജ് ജോൺ വാലത്താണ് ഇതിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ 108 ബ്രാഞ്ചസ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? 5 സംസ്ഥാനങ്ങളിലായിട്ട് പുതുതായിട്ട് 2 സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നത് പറഞ്ഞു, രാജസ്ഥാനും പിന്നെ മഹാരാഷ്ട്ര. അതുപോലെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വേറെയും കുറെ സ്ഥാപനങ്ങളില്ലേ? വാലത്ത് ജ്വല്ലറിയാണ് ഈ കാണുന്ന ജ്വല്ലറി. ഇതുപോലെ അടുത്ത ജ്വല്ലറികളും വരുന്നുണ്ട്. കാഞ്ഞൂര് വരുന്നുണ്ട്, തമിഴ്നാട് വരുന്നുണ്ട്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഏതൊക്കെ സ്ഥാപനങ്ങളാണ് മെയിനായിട്ട്? എന്നിട്ട് ഫിൻവെസ്റ്റ് ആണ്, NBFC ആണ്, പിന്നെ ജ്വല്ലറി അമയിലാണ്, പിന്നെ ടൂർസ് ആൻഡ് ട്രാവൽസ് ഉണ്ട്, ദുബായിൽ ഓഫീസുകളുണ്ട്. 2020 സ്റ്റാർട്ട് ചെയ്തു. 2020 സ്റ്റാർട്ട് ചെയ്തു. മേൽക്കുമേൽ നല്ല വളർച്ചയിലാണ്. അധികം സഹായിച്ചതായിട്ട് വളർച്ചുണ്ട്. അതല്ല, ജുവലറി ഒരെണ്ണേ ഉള്ളോ അതോ ഇനിയും ജ്വല്ലറികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാഞ്ഞൂറുണ്ട്, അതുപോലെ തമിഴ്നാട്, പല സ്ഥലങ്ങളിലായിട്ട് മാനുഫാക്ചറിംഗ്. താങ്കളെ ഞാൻ അഭിനന്ദിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഈ യാത്രയ്ക്ക് താങ്കൾ എല്ലാവിധമായ സപ്പോർട്ട് നൽകുന്നു. ചെറിയ കാര്യമല്ല, ഇപ്പൊ കേരളം മുഴുവൻ ഇളകി മറിയുകയാണ്. കാര്യം വലിയൊരു പ്രശ്നമായിട്ട് ഇത് മാറി. അപ്പൊ ആ ഒരു സാമൂഹിക പ്രശ്നത്തിൽ താങ്കൾ ഇടപെട്ടു എന്നറിയുമ്പോൾ വി ആർ വെരി ഹാപ്പി. തീർച്ചയായിട്ടും ഞങ്ങളും ഇതേപോലെ 10-40 സ്കൂളുകളിലൊക്കെ ഒരുപാട് ചാരിറ്റി ആക്ടിവിറ്റികളുണ്ട്, ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതുപോലെ ഒരു സാമൂഹിക പ്രവർത്തനം എന്ന് വെച്ചാൽ നിസ്സാര കാര്യമല്ലല്ലോ. അപ്പോൾ താങ്കളെപ്പോലുള്ളവർ 10-40 വർഷമായിട്ടുള്ള ഇതിൽ നിൽക്കുന്നവർ ഇറങ്ങിത്തിരിക്കാന്ന് പറഞ്ഞ് കേരളം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത്രയും അതിന്റെ പ്രാധാന്യം അറിയിച്ചുകൊണ്ടാണല്ലോ മുന്നോട്ട് പോകുന്നത്. അല്ല പഠിച്ചിട്ടുണ്ട്, LLB ആണ്. അതെ അതെ. 2020 ആരംഭിച്ചു അല്ലേ? ബ്രാഞ്ചുകളിൽ നിന്ന് ബ്രാഞ്ചുകളിലേക്ക് വളരുന്നു. വളരെ സന്തോഷം. ഇനി പുതുതായിട്ട് രാജസ്ഥാനിലേക്കൊക്കെ ചേക്കേറുന്നു. അതെ, വളരെ സംസ്ഥാനങ്ങളിൽ എല്ലാ 1000 ബ്രാഞ്ചുകളാണ് ഉദ്ദേശം. അതെ, വിളക്ക് കത്തിച്ചിട്ട് നമുക്ക് പിന്നെ തീർച്ചയായിട്ടും. അപ്പൊ വിളക്ക് എന്തായാലും ഈ എനിക്ക് ജീവിതത്തിലെ കരിയറിൽ 40 കൊല്ലം തികയുന്നു എന്നതിനേക്കാളും കേരളത്തിലെ ഏറ്റവും വലിയ സാമൂഹിക പ്രശ്നം ഉയർത്തി കേരളത്തിലെ എല്ലാ ജില്ലകളുടെയും നമ്മൾ നടന്ന യാത്രയ്ക്ക് അഡ്വക്കേറ്റ് ജോർജ് ജോൺ വാലത്ത് വളരെ പിന്തുണയാണ് നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ റിച്ച് മാക്സ് ഫിൻവെസ്റ്റും അദ്ദേഹത്തിന്റെ വാലത്ത് ജ്വല്ലറിയും ഒക്കെ വളരെ വളരെ നല്ല സപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഈ സ്ഥാപനങ്ങൾക്കൊക്കെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ട് എന്നുകൂടി തെളിയിക്കുന്ന സപ്പോർട്ടാണ് അദ്ദേഹം നൽകുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ആരാ തിരി തെളിക്കേണ്ടത്? ഞാൻ തന്നെ. വരൂ. അപ്പോൾ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മളിവിടെ 2 അസ്മാദികളുണ്ട്. നമ്മുടെ SV ജയകുമാർ ആൻഡ് റിജിത്ത്. വരൂ. വിജയകുമാർ വരൂ. അപ്പോൾ വിജയകുമാറെ നമ്മുടെ വാലത്തിനെ കുറിച്ചൊക്കെ അറിയാലോ അല്ലേ? ഓക്കെ. അപ്പോൾ SV ജയകുമാർ, അതുപോലെ TK റിജിത്ത്, ന്യൂസ് റീഡറാണ്. അപ്പൊ ഈ 2 തിരികളുടെ കത്തിക്കണമല്ലോ. ഓക്കെ. നമ്മൾക്കിനി അത് കുറവ് വേണ്ട. ഓക്കെ, കുഴപ്പമില്ല. തിരികളെ കത്തട്ടെ. അങ്ങ് കത്തിക്കണം. അങ്ങ് കത്തിക്കുന്ന കാണാൻ ഞങ്ങൾക്കൊരു ഇഷ്ടമാണ്, അതേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇദ്ദേഹമാണ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും ജോർജ് ജോൺ വാലത്താണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു. നമ്മളിനി എങ്ങോട്ടാ? നമുക്കൊന്ന് നമ്മുടെ കോർപ്പറേറ്റ് ഓഫീസ് മുകളിലാണ്. ഓക്കെ, തീർച്ചയായിട്ടും. ഓക്കെ. പിന്നെന്താ, തീർച്ചയായിട്ടും കുഴപ്പമില്ല. നമുക്ക് സ്റ്റെപ്പ് കയറി പോവാം. നമുക്ക് ഒരു ഫ്ലോറിലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിൽ പോവാം, ലിഫ്റ്റിൽ പോവാം. അപ്പോൾ ഈ ഇതിലേക്ക് കയറണമെങ്കിൽ നമുക്ക് എത്ര? 3. ഓക്കെ, ഒരാൾ കയറിക്കോളൂ. അപ്പോൾ SKN40 ഇപ്പോൾ എത്തി നിൽക്കുന്നത് ആലുവ റിച്ച് മാക്സ് ഗ്രൂപ്പിലാണ്. അവിടെ വാലത്ത് ജ്വല്ലറിയും അതേപോലെ തന്നെ റിച്ച് മാക്സ് ഫിൻവെസ്റ്റും സന്ദർശിക്കുകയാണ് അദ്ദേഹം. അഡ്വക്കേറ്റ് ജോർജ് ജോൺ
വാലത്താണ് ഇതിൻ്റെ സാരഥി. അങ്ങനെ അവരെയൊക്കെ കണ്ട് കമ്പനിയുടെ കോർപ്പറേറ്റ് ഓഫീസ്, ജ്വല്ലറിയുടെ മറ്റു ഭാഗങ്ങൾ ഇതൊക്കെ കണ്ട് ഏതായാലും ഈ യാത്രയ്ക്ക് വലിയ പ്രതികരണമാണ് ലഭിക്കുന്നത്. വലിയ പിന്തുണയാണ് വ്യവസായികളിൽ നിന്നും പല സ്ഥാപനങ്ങളിൽ നിന്നുമൊക്കെ ലഭിക്കുന്നത്. സ്കൂളുകളിലൊക്കെ കുട്ടികൾ ഈ ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുക്കുകയും ലഹരിയുടെ അവസാന കണ്ണികൾ വരെ ഇല്ലാതാകും വരെ ഒരു ശ്രമം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന പിന്തുണയുണ്ട്. അതുപോലെ തന്നെ സർക്കാരിൻ്റെയും പോലീസ് അധികാരികളുടെയും എക്സൈസുകാരുടെയും ഒക്കെ ഭാഗത്തു നിന്ന് ഈ ലഹരി വിരുദ്ധ യാത്രയ്ക്ക് വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. ഓട്രേസ്കെ ഓക്കെ, ഗഗനയാണല്ലേ, വയനാട് ഏരിയ. ഓ, ഗുഡ് ഗുഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അല്ലേ. ഓക്കെ ഓക്കെ, സന്തോഷം അയ്യ. അപ്പോൾ റിച്ച് മാക്സ് ഗ്രൂപ്പ് നമുക്ക് നൽകുന്ന സപ്പോർട്ട് നിങ്ങൾക്ക് ഇവിടെ എല്ലാം കാണാൻ പറ്റും. അതായത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ താങ്കൾ താങ്കളുടെ സ്ഥാപനത്തെക്കുറിച്ചും താങ്കളുടെ സ്വപ്നം അതേ ഉണ്ടല്ലേ. അപ്പോൾ ഇത് കൊടികളൊന്നും അല്ലല്ലോ. കൊടികളാണ്. ട്രേഡ് കമ്മീഷനാണ്, സൗദി അറേബ്യൻ ട്രേഡ് കമ്മീഷൻ കൂടിയാണ്. പ്രത്യേകത കഴിഞ്ഞ 2 മാസം മുമ്പാണ് ഇതായത്. അപ്പോൾ വ്യാപാരബന്ധം വളർത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് നടത്തിയത്. അപ്പോൾ വളരെ സ്വപ്നമാണ്. അപ്പോൾ അതിന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം കാര്യങ്ങൾ. നാടിന് ഗുണം എന്ന് ഓടി വയ്ക്കാം അതിനപ്പുറം വ്യാപാരബന്ധം വളർത്തുക എന്നുള്ളത് മെയിനായിട്ടുള്ള ഉദ്ദേശങ്ങൾ. ഇപ്പോൾ സൗദി അറേബ്യയോട് ബന്ധപ്പെട്ട് ഇപ്പോൾ അവിടെ ഓഫീസുകൾ നമുക്കും ഉണ്ട്. അതായത് നാടുകൾക്ക് ഓഫീസ് തുറന്നിട്ടുണ്ട്. ഇപ്പോൾ ദുബായിലൊരു മൈതാനിൽ നല്ലൊരു ഓഫീസ് റിച്ച് മാക്സിനെ തുടങ്ങിയിട്ടുണ്ട്. അത് ബന്ധപ്പെട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വലിയൊരു സ്വപ്നമാണ്. ഇതൊരു ബാങ്ക് ആക്കുക എന്നുള്ളൊരു സ്വപ്നമുണ്ട്. 2030 ഒരു NBFC ആണ്. 1000 ബ്രാഞ്ചുകൾ എന്നുള്ളൊരു സ്വപ്നമാണ് ഞങ്ങൾക്കുള്ളത്. 108 ബ്രാഞ്ചുകൾ എത്തിയിട്ടുണ്ട്. 2020 തൊട്ട് തുടങ്ങിയിട്ട് 108 ബ്രാഞ്ചുകൾ എത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല ഇതിപ്പോൾ അടുത്ത മാസങ്ങളിൽ ഓരോ വർഷത്തിലുള്ള പ്ലാനുകൾ ഞങ്ങളുടെ ഒപ്പം ഉണ്ട്. അപ്പോൾ 2030-35 ആകുമ്പോഴേക്കും ഒരു 1000 ബ്രാഞ്ച് എന്ന സ്വപ്നം, അതോടൊപ്പം ഒരു ബാങ്ക് എന്നുള്ള വലിയ സ്വപ്നം. ഇവിടെ എത്ര സ്റ്റാഫ് വർക്ക് ചെയ്യുന്നുണ്ട്? ഇപ്പോൾ 600-650 സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ വാലത്ത് ജ്വല്ലറി, പിന്നെ ഇവിടുത്തെ കോർപ്പറേറ്റ് ഓഫീസ്, അതുകൂടാതെ സ്ഥാപനങ്ങൾ ടൂർസ് ആൻഡ് ട്രാവൽസ് ഉണ്ട്. അത് ഞങ്ങളിപ്പോൾ തൃശ്ശൂർ ഒരു നല്ലൊരു ഓഫീസുണ്ട്. ഇപ്പോൾ അടുത്ത മാസം ആലുവയിലൊരു ടൂർസ് ആൻഡ് ഓഫീസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം നമ്മൾ ദുബായിലൊരു നല്ലൊരു ടൂർസ് ആൻഡ് ട്രാവൽ ഏറ്റവും കൂടുതൽ സ്റ്റാഫ് എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? പ്രേക്ഷകർ കണ്ടത് റിച്ച് മാക്സ് വിൻവെസ്റ്റിൽ SKN40 യാത്ര എത്തിയതിൻ്റെ ദൃശ്യങ്ങളാണ്. അപ്പോൾ നിലവിലൊരു നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ കോർപ്പറേഷൻ, ഒരു ബാങ്ക്യതര ധനകാര്യ സ്ഥാപനമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. ജ്വല്ലറി ഉണ്ട്, ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിലുണ്ട്. അപ്പോൾ 1000 ബ്രാഞ്ച്, ഒരു ബാങ്ക് ആകുക എന്ന ലക്ഷ്യമൊക്കെയാണ് പങ്കുവയ്ക്കുന്നത്. നമ്മുടെ കേരള യാത്രയ്ക്ക് ഈ ലഹരിക്കെതിരായ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ